അൻസു, ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഇനിയിപ്പം അടുത്ത ഘട്ടത്തിൽ ഇനി കോൺഗ്രസിനെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്നുള്ള ചോദ്യമാണ്. കാരണം ഇതെല്ലാം തന്നെ പ്രവർത്തകർക്കിടയിൽ ചെറിയ രീതിയിലെങ്കിലും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയേക്കാം. പക്ഷേ എറണാകുളം തനിക്ക് സുപരിചിതമാണെന്ന് ഹൈബിയിടം പറഞ്ഞിരിക്കുകയാണ്. കടുത്ത ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. അതായത് കെ.വി. തോമസിന് പകരമായിട്ട് കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത് വളരെ ശക്തനായിട്ടുള്ള മറ്റൊരു ആളെ തന്നെയാണ്. നിലവിലെ MLA കൂടിയാണ് ഹൈബിയിടൻ. പക്ഷെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നോക്കാം വാർത്തയിലേക്ക്. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് UDF-ന്റെ സ്ഥാനാർത്ഥി ഹൈബിയിടനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായാണ് ഹൈബിയിടൻ ഒരു സ്ഥാനാർത്ഥിയാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് KSU രാഷ്ട്രീയം മുതൽ അദ്ദേഹം എറണാകുളത്ത് സജീവമാണ്. ഹൈബി ആദ്യമേ എന്തായാലും 24-ന്റെ അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ ഹൈബിയോട് പറയാനുള്ളത്, എന്താണ് ഒരു സ്ഥാനാർത്ഥിയായി അവസാന ഘട്ടം വരെ ഹൈബി പ്രതീക്ഷിച്ചിരുന്നില്ല, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായപ്പോൾ എന്താണ് ജനത്തിനോട് പറയാനുള്ളത്? ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 2 വർഷം 2 ടേം ആയി എറണാകുളം നിയോജകമണ്ഡലത്തിൽ ഒരു MLA എന്നുള്ള നിയമനിർമ്മാണ സഭയിലെ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി യാതൊരു അപേക്ഷയോ യാതൊരു തരത്തിലും ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇലക്ഷന് ഞാൻ മത്സരിക്കണം എന്നുള്ളതിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പാർട്ടി നിർദ്ദേശിക്കുകയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ പേര് സജീവമായ ചർച്ചയിൽ വരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളൊരു ദൗത്യം. എറണാകുളം ഒട്ടും അപരിചിതമായ സ്ഥലമല്ല. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. എറണാകുളം നിയോജകമണ്ഡലത്തിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമെല്ലാം കഴിഞ്ഞ 8 വർഷമായി എറണാകുളത്തിൻ്റെ MLA എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പാർട്ടി നൽകിയിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. അങ്ങ് KSU രാഷ്ട്രീയം മുതൽ തന്നെ എറണാകുളത്ത് സജീവമാണ്. ഒപ്പം തന്നെ ഒരു ഘട്ടത്തിൽ അങ്ങ് പാർലമെന്റിലേക്ക് മത്സരിക്കുമെന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അന്ന് എതിരായി നിന്ന അല്ലെങ്കിൽ അന്ന് സ്ഥാനാർത്ഥിയായി വന്ന കെ.വി. തോമസ് ആണ്. ഇന്ന് കെ.വി. തോമസിന്റെ സ്ഥാനത്ത് അങ്ങ് തിരിച്ചെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ കെ.വി. തോമസ് പരസ്യമായി രംഗത്തും വന്നിട്ടുണ്ട്. തന്നെ പാർട്ടി പ്രായാധിക്യമാണോ തന്റെ പ്രശ്നമെന്ന് തനിക്ക് അറിയില്ല എന്ന് പറയുന്നു. എന്താണ് കെ.വി. തോമസ് ഏതെങ്കിലും രീതിയിൽ അങ്ങേക്കൊരു വെല്ലുവിളിയോ തടസ്സമാകും തോന്നുന്നു? ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫസർ കെ.വി. തോമസ് എന്ന ഞങ്ങളുടെ തോമസ് മാസ്റ്റർ പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് ദീർഘകാലത്തെ പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സംഘടനാപരമായ വലിയ കേപ്പബിലിറ്റി ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസിലായിരിക്കും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം പോലുള്ള സുപ്രധാനപ്പെട്ട ഒരു മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്നിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ മറ്റ് വെല്ലുവിളികളോ പാർട്ടിയെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.